പ്രതിഷേധങ്ങൾ ശക്തമായതോടെ പോലീസിലെ അമിത ജോലി ഭാരത്തെക്കുറിച്ച് പഠനം നടത്താൻ സർക്കാർ. ഇതിനായി ആഭ്യന്തര വകുപ്പ് പ്രത്യേക സമിതി രൂപീകരിക്കും. പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗം മുഖ്യമന്ത്രി നേരിട്ട് വിളിക്കാനും ആലോചനയുണ്ട്. ജനം ഇംപാക്ട്. വിശ്രമമില്ലാത്ത ജോലിയും മേലുദ്യോഗസ്ഥർ മുതൽ രാഷ്ട്രീയക്കാർ വരെ ചെലുത്തുന്ന സമ്മർദ്ദവും കാരണം പോലീസിൽ ആത്മഹത്യകൾ പെരുകുകയാണെന്ന ജനം TV വാർത്താ പരമ്പരയ്ക്ക് പിന്നാലെയാണ് സർക്കാർ നടപടി. സംസ്ഥാന പോലീസിലെ അമിത ജോലി ഭാരത്തെക്കുറിച്ച് പഠിക്കാൻ ആഭ്യന്തര വകുപ്പ് പ്രത്യേക സമിതി രൂപീകരിക്കും. പോലീസിലെ അംഗബലം, ഡ്യൂട്ടി സമയം, സർക്കിൾ ഇൻസ്പെക്ടർമാരെ SHOമാരാക്കി നിയമിച്ചതിനു ശേഷമുള്ള സാഹചര്യം എന്നിവയാകും സമിതിയുടെ പ്രധാന പരിഗണനാ വിഷയങ്ങൾ. SHO സംവിധാനം പരാജയമെന്ന പോലീസിന്റെ ആഭ്യന്തര റിപ്പോർട്ടുണ്ടായിട്ടും സർക്കാർ നേരത്തെ നടപടികൾ സ്വീകരിച്ചിരുന്നില്ല. മുഖ്യമന്ത്രി നേരിട്ട് പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗങ്ങൾ വിളിക്കുന്നതും ആഭ്യന്തര വകുപ്പിന്റെ പരിഗണനയിലുണ്ട്. പോലീസുകാരുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ നേരത്തെയും സമിതികൾ രൂപീകരിച്ചിരുന്നുവെങ്കിലും ഫലപ്രദമായിരുന്നില്ല. യൂണിഫോം ജീവനക്കാരെ ഒഴിവാക്കി മിനിസ്റ്റീരിയൽ ജീവനക്കാരെ മാത്രം ഉൾപ്പെടുത്തി രൂപീകരിച്ച തട്ടിക്കൂട്ട് സമിതികൾക്ക് യഥാർത്ഥ പ്രശ്നങ്ങൾ കണ്ടെത്താൻ കഴിയാഞ്ഞതാണ് തിരിച്ചടിയായത്. പുതിയ സമിതിയിൽ പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥരടക്കമുണ്ടാകുമെന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. പോലീസുകാരുടെ ആത്മഹത്യയിൽ മനുഷ്യാവകാശ കമ്മീഷൻ ആഭ്യന്തര സെക്രട്ടറിയിൽ നിന്നും സംസ്ഥാന പോലീസ് മേധാവിയിൽ നിന്നും നേരത്തെ റിപ്പോർട്ട് തേടിയിരുന്നു. ജനം TV വാർത്തയുടെ അടിസ്ഥാനത്തിൽ കമ്മീഷൻ സ്വയം രജിസ്റ്റർ ചെയ്ത കേസ് ജൂലൈ 24-ന് കോഴിക്കോട് നടക്കുന്ന സിറ്റിംഗിൽ പരിഗണിക്കും. 82 പോലീസ് ഉദ്യോഗസ്ഥരാണ് 5 വർഷം കൊണ്ട് സംസ്ഥാനത്ത് ആത്മഹത്യ ചെയ്തത്. കഴിഞ്ഞ 2 ആഴ്ചയ്ക്കിടെ 6 പേരും ജീവനൊടുക്കി. ജോലിഭാരവും സമ്മർദ്ദവും കാരണം സ്വയം വിരമിക്കുന്നവരുടെ എണ്ണത്തിലും വലിയ വർധനവുണ്ട്. 2 വർഷത്തിനിടെ 100 ഉദ്യോഗസ്ഥരാണ് സേനയിൽ നിന്നും സ്വയം വിരമിച്ചത്. 167 പേർ വിരമിക്കൽ അപേക്ഷ നൽകി കാത്തിരിക്കുന്നു. ജനം, തിരുവനന്തപുരം.